ജില്ലയിൽ ശക്തമായ മഴ തുടരുന്നു. കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടങ്ങൾ. ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ്. നിലമ്പൂരിൽ എം സ്വരാജ് LDF സ്ഥാനാർത്ഥി. സ്വരാജ് പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. തൃശൂർ പൂരം നടത്തിപ്പിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രശംസിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. പൂരത്തിന്റെ മികവിനായി പ്രവർത്തിച്ച റവന്യൂ മന്ത്രി K രാജന് മുത്തം കൊടുക്കാൻ ആഗ്രഹമെന്നും സുരേഷ് ഗോപി. പുല്ലഴി ചെറിയ പാലത്തിൽ ചണ്ടിയും കുളവാഴയും അടിഞ്ഞ് നീരൊഴുക്ക് തടസ്സപ്പെടുന്നു. വെള്ളക്കെട്ട് ഭീഷണിയിൽ പ്രദേശവാസികൾ. കുളവാഴ നീക്കുന്നതിന് ഇറിഗേഷൻ വകുപ്പ് ടെൻഡർ നടപടികൾ പോലും ആരംഭിച്ചിട്ടില്ലെന്ന ആക്ഷേപം. സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ജില്ലയിലും കനത്ത ജാഗ്രത. ഇപ്പോഴത്തെ വകഭേദം ഗുരുതരമല്ലെന്നാണ് വിലയിരുത്തൽ. ഗുരുവായൂർ ദേവസ്വത്തിന്റെ കൊമ്പൻ ഗോപി കണ്ണൻ ചരിഞ്ഞു. ഗുരുവായൂർ ആനയോട്ടത്തിൽ നിരവധി തവണ ജേതാവായിരുന്നു. നമസ്കാരം. വാർത്തകൾ വിശദമായി. ജില്ലയിൽ ശക്തമായ മഴ തുടരുന്നു. ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കനത്ത മഴയുടെ സാഹചര്യത്തിൽ വിവിധ ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വ്യാപക മഴയിൽ ജില്ലയിൽ പരക്കെ നാശനഷ്ടങ്ങൾ സംഭവിച്ചു. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്കാണ് മുന്നറിയിപ്പുള്ളത്. അതുകൊണ്ട് തന്നെ തൃശൂർ ജില്ലയിലും കനത്ത മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും അതുപോലെ തന്നെ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ്. ജൂൺ 5 വരെ ശക്തമായ മഴ തുടരും. അതുപോലെ തന്നെ കാറ്റിനും സാധ്യതയുണ്ട്. അനാവശ്യമായ യാത്രകൾ ഒഴിവാക്കണമെന്നാണ് റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ പത്രസമ്മേളനത്തിലൂടെ പറഞ്ഞത്. മഴ കനത്തതോടെ ജില്ലയിലെ പല പ്രദേശങ്ങളും വെള്ളക്കെട്ട് ഭീഷണിയിലാണ്. ദേശീയപാത 66 തിരുവത്തറ അത്താണി സർവീസ് റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. ദേശീയപാതയിലെ കാനയിൽ നിന്ന് വെള്ളം കയറുന്ന സ്ഥിതിയാണ്. ഇതുമൂലം ഏറെ ദുരിതമാണ് നാട്ടുകാർ അനുഭവിക്കുന്നത്. അതുപോലെ തന്നെ പൂമംഗലം പഞ്ചായത്തിലെ പായമ്മൽ ക്ഷേത്രത്തിന് സമീപം നിരവധി വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഞാറലി റോഡിന് സമീപമാണ് വെള്ളം കയറിയിട്ടുള്ളത്. സമീപത്ത് നിർമ്മിക്കുന്ന പുളിക്കച്ചിറ പാലത്തിന് വേണ്ടി ബണ്ട് കെട്ടിയതാണ് ഇപ്പോൾ ഈ ഒരു വെള്ളക്കെട്ടിന് കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. അതുപോലെ തന്നെ മതിലുകൾ തകരുന്ന ഒരു സ്ഥിതിയാണ്. മരങ്ങൾ വീഴുന്ന ഒരു സ്ഥിതി വിശേഷം ജില്ലയിലുണ്ട്. ശക്തമായ മഴയിൽ തയ്യൂരിൽ വീട് തകർന്നു. എളാട്ടുപീടികയിൽ സുലൈമാന്റെ ഭാര്യ അലീമയുടെ വീടാണ് തകർന്നത്. മണ്ണിഷ്ടിക കൊണ്ട് നിർമ്മിച്ച ഓട് മേഞ്ഞ വീടായിരുന്നു. എന്തായാലും വലിയ ദുരിതം തന്നെയാണ് ഇപ്പോൾ ജില്ലയിൽ മഴക്കെടുതി മൂലം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ദേശീയ പാതയോരങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ ശോചനീയാവസ്ഥയാണ്. വെള്ളക്കെട്ടാണ്. അതുപോലെ തന്നെ ദേശീയപാതകളിലെല്ലാം കുഴികൾ രൂപപ്പെട്ട ഒരു സ്ഥിതിയുണ്ട്. പ്രത്യേകിച്ച് മണ്ണുത്തി വടക്കുംചേരി ദേശീയപാതയിൽ വെള്ളക്കെട്ട് മൂലം ജനങ്ങൾ ദുരിതത്തിലാണ്. ഇവിടെ 2 കാറുകളാണ് 2 ദിവസങ്ങളിലായി അപകടത്തിൽപ്പെട്ടത്. ബുധനാഴ്ച ഒരു കാറ് തലകീഴായി മറിഞ്ഞു. അതുപോലെ തന്നെ വ്യാഴാഴ്ചയും ഒരു കാറ് അപകടത്തിൽപ്പെട്ടു. ഇതുമൂലം നിരവധി സഞ്ചാരികൾ, അതായത് നിരവധി യാത്രക്കാരുണ്ടായിരുന്നു. അത്ഭുതകരമായാണ് ഇവർ രക്ഷപ്പെട്ടത്. അതുപോലെ തന്നെ ദേശീയപാതയിൽ അടിപ്പാത നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന മുരിങ്ങൂരിൽ ലോറി ചെളിയിൽ താഴ്ന്നു. ഇവിടെ വീണ്ടും നിരവധി തവണ ലോറി അല്ലെങ്കിൽ മറ്റു വാഹനങ്ങൾ ചെളിയിൽ താഴുന്ന ഒരു അവസ്ഥയാണ്. ചാലക്കുടിയിൽ നിന്ന് അങ്കമാലിയിലേക്കുള്ള സർവീസ് റോഡിലാണ് സർവീസ് റോഡിൻ്റെ ശോചനീയാവസ്ഥയും അതുപോലെ തന്നെ മണ്ണ് മാറ്റിയ ഭാഗത്ത് ഈ ദേശീയപാതയിൽ ലോറി വീണ്ടും തകർന്ന് ഇതുപോലെ നിരവധി കാഴ്ചകളാണ് മഴക്കെടുതി മൂലം ദുരിതം പങ്കുവയ്ക്കാനുള്ളത്. അതുപോലെ തന്നെ വാഴാനി ഡാമിൽ ശനിയാഴ്ച വെള്ളം തുറന്നുവിടും. അത് ജാഗ്രതാ നിർദ്ദേശമായിട്ടാണ് ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ അറിയിപ്പ് കിട്ടിയിരിക്കുന്നത്. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ വെള്ളം തുറന്നുവിടും. അതുകൊണ്ട് തന്നെ എല്ലാവരും ജാഗ്രത പുലർത്തണമെന്ന് അറിയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് വാഴാനി ഡാമിൻ്റെ പരിസരത്ത് താമസിക്കുന്നവർ മുൻകരുതൽ എടുക്കണം. എന്തായാലും മഴക്കെടുതിയുടെ പശ്ചാത്തലത്തിൽ എല്ലാവരും ജാഗ്രത പുലർത്തണമെന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകുന്നത്. റിയ. നന്ദി ശ്രീകേഷ് വിവരങ്ങൾ നൽകിയതിന്. പുഴയിലെ ജലനിരപ്പ് നിലവിൽ കൂടുതലായതിനാൽ വാഴാനി ഡാമിൽ നിന്ന് ശനിയാഴ്ച വെള്ളം തുറന്നു വിടേണ്ടതില്ലെന്ന് തീരുമാനം. പുഴയിലെ ജലനിരപ്പ് താഴ്ന്നതിന് ശേഷം മുൻകൂർ അറിയിപ്പോടെ മാത്രമായിരിക്കും
പരിമിതമായ അളവിൽ വെള്ളം തുറന്നുവിടുക. ഈ വിഷയത്തിൽ ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ടതില്ലെന്ന് ഇറിഗേഷൻ അധികൃതർ അറിയിച്ചിരിക്കുകയാണ്. ജൂൺ 5 വരെ ശക്തമായ മഴ തുടരുമെന്നും ജാഗ്രത പുലർത്തണമെന്നും റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ പറഞ്ഞു. കുട്ടനെല്ലൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി കെ രാജൻ. മഴ കനത്ത നാശനഷ്ടമാണ് ഉണ്ടാക്കുന്നത്. നിലവിലെ ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി മാറിയെന്നും അത് അതിതീവ്ര ന്യൂനമർദ്ദമായി മാറുമെന്നും മന്ത്രി അറിയിച്ചു. ജൂൺ 2ാമത്തെ ആഴ്ച മുതൽ മഴ കുറയും. അപകടകരമായ മരങ്ങൾ മുറിച്ചു മാറ്റണമെന്നും തെറ്റായ വിവരങ്ങൾ സമൂഹമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കരുതെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിൽ പൊതുവെ എല്ലാ ജില്ലകളിലും ശക്തമായിട്ടുള്ള മഴ സാധ്യത പറയുന്നുണ്ട്. ഈ ആഴ്ചയിലെ പ്രത്യേകത സാധാരണ ലഭിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ടുള്ള മഴയും വെള്ളവുമായിരിക്കും അതിലുണ്ടാവുക. രണ്ടാമത്തെ ആഴ്ച പക്ഷേ ജൂൺ 6 മുതൽ 12 വരെ എല്ലാ ജില്ലകളിലും മഴ സാധ്യതയുണ്ടെങ്കിലും സാധാരണ ഈ കാലയളവിൽ ലഭിക്കുന്നതിനേക്കാൾ കുറഞ്ഞ മഴയെ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന മറ്റൊരു വിവരം. അപകടകരമായിട്ടുള്ള മരങ്ങൾ മുറിച്ചു നീക്കാനുള്ള പഞ്ചായത്ത് സെക്രട്ടറിയുടെ അധികാരം പൂർണ്ണമായിട്ടും ഈ ഘട്ടത്തിൽ പ്രയോജനപ്പെടുത്തിയേ മതിയാകും. കരയിൽ പ്രവേശിക്കുന്ന തീവ്ര ന്യൂനമർദ്ദം അതിതീവ്ര ന്യൂനമർദ്ദമായി കരയിൽ പ്രവേശിക്കുന്ന സാഹചര്യത്തിൽ കുറച്ചുകൂടി ഗൗരവമായിട്ട് ഈ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാൻ പൊതുവായി നമ്മൾ തയ്യാറാകണം എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. സംസ്ഥാനത്ത് 1894 പേരാണ് 66 ക്യാമ്പുകളിലായി കഴിയുന്നത്. ആവശ്യമായ ക്യാമ്പുകൾ തുടങ്ങാൻ ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 4000-ലധികം ക്യാമ്പുകൾ തുടങ്ങാൻ സജ്ജമാണ്. സംസ്ഥാനത്ത് 7 വീടുകൾ പൂർണ്ണമായും 181 വീടുകൾ ഭാഗികമായും തകർന്നതായി മന്ത്രി വ്യക്തമാക്കി. കപ്പൽ തകർന്നതിനെ തുടർന്ന് ഇതുവരെ 56 കണ്ടെയ്നറുകൾ ആകെ കരക്കടിഞ്ഞതായും തീരം വൃത്തിയാക്കാൻ നടപടി തുടങ്ങിയതായും മന്ത്രി അറിയിച്ചു. TC വിനോസ്, തൃശൂർ. നിലമ്പൂരിൽ എം സ്വരാജ് LDF സ്ഥാനാർത്ഥി. പാർട്ടി ചിഹ്നത്തിലാണ് മത്സരിക്കുക. സെക്രട്ടറി M ഗോവിന്ദനാണ് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത്. 2016-ൽ തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച സ്വരാജ് പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുകയായിരുന്നു. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ് M സ്വരാജ്. ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള മണ്ഡലമാണ് നിലമ്പൂരെന്ന് CPI സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രശംസിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. തൃശൂർ പൂരം ഭംഗിയായി നടത്താൻ സഹായിച്ച മുഖ്യമന്ത്രിക്കും മന്ത്രിമാരായ അഡ്വക്കേറ്റ് കെ രാജനും VN വാസവനും നന്ദി. മന്ത്രി കെ രാജന് മുത്തം നൽകാൻ ആഗ്രഹിക്കുന്നതായും സുരേഷ് ഗോപി. തൃശൂർ പൂരത്തിന് ശേഷം നഗരം ശുചീകരിച്ച കോർപ്പറേഷൻ ശുചീകരണ തൊഴിലാളികളെ ആദരിക്കുന്നതിനായി തൃശൂരിൽ സംഘടിപ്പിച്ച ശുചിത്വപൂരം ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു സുരേഷ് ഗോപി. മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും പ്രശംസിക്കുന്നതായും സുരേഷ് ഗോപി പറഞ്ഞു. പൂരം നടത്തിപ്പിൽ എല്ലാ ഘട്ടങ്ങളിലും മാസങ്ങൾക്ക് മുൻപേ തന്നെ മുഖ്യമന്ത്രി യോഗം വിളിച്ചു. തൃശൂർ പൂരം ഭംഗിയായി നടത്തിയതിന് മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും തൃശൂർക്കാർക്കും മലയാളികൾക്കും വേണ്ടി നന്ദി അറിയിക്കുന്നു. തൃശൂർ പൂരം ആസ്വദിക്കാതെ ഒരു ഗാലറിയിലും ഇരിക്കാതെ ഓടി നടന്ന് പ്രവർത്തിച്ച റവന്യൂ മന്ത്രി കെ രാജന് കെട്ടിപ്പിടിച്ച് മുത്തം കൊടുക്കാൻ ആഗ്രഹിക്കുന്നതായും സുരേഷ് ഗോപി പറഞ്ഞു. വളരെ കൃത്യമായ മനസ്സിലാക്കൽ അദ്ദേഹത്തിന്റെ കൂടെയാണ് സഹായിച്ചിരുന്ന വാസവൻ മിനിസ്റ്റർ ദേവസ്വം മന്ത്രിക്കും പ്രത്യേക ഒരു അഭിനന്ദന കുറിപ്പ് ഇവിടെ രചിക്കപ്പെടേണ്ടതുണ്ട്. ഞാൻ അദ്ദേഹത്തെയും ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ വിജയൻ സാറിനെയും അതുപോലെ തന്നെ വാസവൻ സാറിനെയും നന്ദി പറയുകയാണ് തൃശ്ശൂർക്കാർക്കും മലയാളികളും. അതുപോലെ തന്നെ ഒരുപക്ഷെ ഇതിനേക്കാളെല്ലാം പ്രാധാന്യം നൽകിക്കൊണ്ട് ഉച്ചരിക്കപ്പെടേണ്ട ഒരു പേര് ശ്രീരാജന്റെ, റവന്യൂ മന്ത്രി ശ്രീരാജൻ. രാജൻ പൂരം ആസ്വദിച്ചിട്ടുണ്ട്. പൂരത്തിനൊരു ദർശകനായി വന്ന് ഒരു ഗാലറിയിലും പോയിരുന്നില്ല. ഒരു പണിയെടുപ്പുകാരനെ പോലെ, ഒരുപക്ഷെ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളെ പോലെ ആ പൂരപ്പറമ്പ് മുഴുവൻ അതിന്റെ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓടി നടന്ന് പ്രവർത്തിച്ച ഒരു മന്ത്രിയാണ്. ആ മന്ത്രിയെ ഞാനൊന്ന് എൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ഞാൻ കോടീശ്വരനിലൊക്കെ ഇരുന്ന് പറയുന്നത് പോലെ കെട്ടിപ്പിടിച്ച് ഞെക്കി ഒരു മുത്തം കൊടുത്തു. മന്ത്രി രാജന് നൽകാൻ ആവശ്യപ്പെട്ട് സുരേഷ് ഗോപി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യന് ചടങ്ങിൽ മുണ്ട് കൈമാറി. കഴിഞ്ഞ തവണ പൂരം അലങ്കോലമായ പുതിയ പാഠം ഉൾക്കൊണ്ട് ഇത്തവണ തൃശൂർ പൂരം ഒത്തുപിടിച്ച് ഭംഗിയായി നടത്താനായതായും കേന്ദ്രമന്ത്രി പറഞ്ഞു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ഭരണകൂടത്തിനു വേണ്ടി കളക്ടറെയും
മേയർ MK വർഗീസിനെയും സിറ്റി പോലീസ് കമ്മീഷണർ ഇളങ്കോ അടക്കമുള്ള ഉദ്യോഗസ്ഥരെയും തിരുവമ്പാടി സെക്രട്ടറി K ഗിരീഷ് കുമാറിനെയും ആദരിച്ചു. DMO ഡോക്ടർ ശ്രീദേവി, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ വൈശാഖ്, വെറ്ററിനറി ഡോക്ടർ PB ഗിരിദാസ്, കോർപ്പറേഷൻ സെക്രട്ടറി VP ഷിബു, കൗൺസിലർമാരായ വിനോദ് പൊള്ളാഞ്ചേരി, പൂർണിമ സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. TCV ന്യൂസ്, തൃശൂർ. അടുത്ത വർഷം നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ LDFന് ഭരണ തുടർച്ചയുണ്ടാകുമെന്ന് CPI ജനറൽ സെക്രട്ടറി D രാജ പറഞ്ഞു. CPI ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം തൃശൂർ തെക്കേ ഗോപുരനടയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബ്രിട്ടീഷ് രാജിനെ ഒറ്റക്കെട്ടായി ചെറുത്തു തോൽപ്പിച്ചതുപോലെ പുതിയ കാലത്ത് RSS രാജിനെയും മോദി രാജിനെയും ചെറുക്കുക എന്നതാണ് നമ്മുടെ ഉത്തരവാദിത്വം. പഹൽഗാം ഭീകരാക്രമണത്തെ ആദ്യം അപലപിച്ച പാർട്ടിയാണ് CPI. രാജ്യത്തിന്റെ പരമാധികാരത്തെ അമേരിക്കൻ പ്രസിഡന്റിന്റെ കാൽക്കീഴിൽ അടിയറ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിശബ്ദനായിരിക്കുകയാണെന്ന് D രാജ പറഞ്ഞു. വർഗീയതയുടെയും വംശീയ അധിക്ഷേപത്തിന്റെയും നീചമാർഗങ്ങളിലൂടെ വേടനെ നിശബ്ദനാക്കാനാണ് ശശികലയെ പോലുള്ളവരുടെ ശ്രമമെങ്കിൽ വേടനെ കൊണ്ട് പാടിക്കാനും വേടനൊപ്പം പാടാനുമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിശ്ചയമെന്ന് അധ്യക്ഷത വഹിച്ചുകൊണ്ട് റവന്യൂ മന്ത്രി K രാജൻ പറഞ്ഞു. CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്, KP രാജേന്ദ്രൻ, CN ജയദേവൻ, രാജാജി മാത്യു തോമസ്, P ബാലചന്ദ്രൻ MLA, അഡ്വക്കേറ്റ് TR രമേഷ് കുമാർ, അഡ്വക്കേറ്റ് VS സുനിൽകുമാർ, KV വസന്തകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. സമ്മേളനത്തിന് മുന്നോടിയായി റെഡ് വളണ്ടിയർ മാർച്ചും ഉണ്ടായി. തൃശൂർ പുല്ലഴി ചെറിയ പാലത്തിൽ ചണ്ടിയും കുളവാഴയും അടിഞ്ഞ് നീരൊഴുക്ക് തടസ്സപ്പെടുന്നു. ഇറിഗേഷൻ വകുപ്പ് കുളവാഴ നീക്കുന്നതിനുള്ള ടെൻഡർ നടപടികൾ പോലും ആരംഭിച്ചിട്ടില്ലെന്ന് ആക്ഷേപം. തൃശൂർ തെക്കേ പുല്ലഴി KLDC കനാലിന്റെ ചെറിയ പാലത്തിലാണ് മുൻ വർഷങ്ങളിലേതുപോലെ ഇത്തവണയും വൻതോതിൽ ചണ്ടിയും കുളവാഴയും അടിഞ്ഞ് നീരൊഴുക്ക് തടസ്സപ്പെട്ടിരിക്കുന്നത്. കുറിഞ്ഞായ്ക്കൽ, അയ്യന്തോൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും വെട്ടിവിട്ട കുളവാഴകൾ പാലത്തിന്റെ തൂണുകളിൽ വന്നടിഞ്ഞതിനാൽ 100 മീറ്ററോളം ദൂരത്തിൽ കുളവാഴകൾ തങ്ങി നിൽക്കുകയാണ്. ഇതിനാൽ താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളക്കെട്ട് രൂപപ്പെടുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്നും കോൾപ്പടവിന്റെ ബണ്ടുകൾ പൊട്ടി വലിയ നഷ്ടമുണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നും പുല്ലഴി ഡിവിഷൻ കൗൺസിലർ K രാമനാഥൻ പറഞ്ഞു. കാലവർഷം ആരംഭിച്ച് ഏകദേശം 10 ദിവസം ആവാൻ പോവുക. ഇവിടെ ഇപ്പോൾ തന്നെ ഈ ചെറുപാലത്തിന്റെ തൂണുകളിൽ കുളവാഴ അടിഞ്ഞുകൂടി ഇവിടുത്തെ വെള്ളത്തിന്റെ നീരൊഴുക്ക് തടസ്സപ്പെട്ടിരിക്കുക. ഇത് ആദ്യമായിട്ടുള്ള സംഭവമല്ല. എല്ലാ വർഷവും ഇത് തന്നെയാണ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന അനാസ്ഥ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. 4 ദിവസം മുമ്പ് ഇറിഗേഷൻ മേജർ ഡിപ്പാർട്ട്മെൻറ്റുമായി ഞാൻ ബന്ധപ്പെട്ടിരുന്നു. കുളവാഴ നീക്കുന്നതിനുള്ള ടെൻഡർ നടപടികളായിട്ടുണ്ടോ, അതിൻ്റെ എന്താണ് അതിൻ്റെ നടപടിക്രമം എന്ന് ചോദിച്ചപ്പോൾ നടപടി ആവുന്നുണ്ട് എന്നുള്ള മറുപടിയാണ് എനിക്ക് കിട്ടിയത്. ഇവിടെ ഇപ്പോൾ ഈ ലെവലിക്ക് വെള്ളം ഇവിടെ തടസ്സപ്പെട്ട് നിൽക്കുക. ഇവിടെ എത്രത്തോളം ഇവിടെ ഈ കുളവാഴകൾ വന്ന് അടഞ്ഞ് ഇതിൻ്റെ നീരൊഴുക്ക് തടസ്സപ്പെടുന്നു. ഇതിൻ്റെ പ്രത്യാഘാതം അയ്യന്തോൾ, പഞ്ചിക്കൽ, ഉദയനഗർ, പൂങ്കുന്നം, ചെമ്പുക്കാവ് അങ്ങനെ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളക്കെട്ടുണ്ടാവും എന്ന് മാത്രമല്ല, ഈ വെള്ളം ഇവിടെ നീരൊഴുക്ക് തടസ്സപ്പെട്ടാൽ കോൾപ്പടവിൻ്റെ ബണ്ടും പൊട്ടി വലിയൊരു സാമ്പത്തിക ബാധ്യത പടവ് കമ്മിറ്റികൾക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുമുണ്ട്. കനാലിലെ ചണ്ടിയും കുളവാഴകളും നീക്കേണ്ട ചുമതല മേജർ ഇറിഗേഷൻ വകുപ്പിനാണെങ്കിലും ഇത്തവണ ഇതിനുള്ള ടെൻഡർ നടപടികൾ പോലും പൂർത്തിയായിട്ടില്ലെന്നാണ് വിവരം. ജില്ലയിൽ തുടർച്ചയായി മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ചണ്ടികളും കുളവാഴകളും അടിയന്തരമായി നീക്കി നീരൊഴുക്ക് സുഗമമാക്കിയില്ലെങ്കിൽ അയ്യന്തോൾ, കുറിഞ്ഞായ്ക്കൽ, പെരിങ്ങാവ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ അതിരൂക്ഷമായ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതിനാൽ ജില്ലാ ഭരണകൂടം അടിയന്തരമായി ഇടപെട്ട് കനാലിലെ തടസ്സം നീക്കി വെള്ളക്കെട്ടുണ്ടാകാനുള്ള സാഹചര്യം ഒഴിവാക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. TCV തൃശൂർ. മഴക്കെടുതിയിൽ ജില്ലയിൽ ചിലയിടങ്ങളിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായി. 4 വീടുകൾ പൂർണ്ണമായും 177 വീടുകൾ ഭാഗികമായും തകർന്നു. ജില്ലയിൽ മെയ് 30 വൈകിട്ട് 5 വരെ 7 ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. 18 കുടുംബങ്ങളെയാണ് ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിച്ചത്. 17 കുട്ടികൾ ഉൾപ്പെടെ 64 പേർ ഈ ക്യാമ്പുകളിൽ താമസിക്കുന്നുണ്ട്. KSEBയ്ക്കും മഴയിൽ കനത്ത നഷ്ടം സംഭവിച്ചു. ആകെ നഷ്ടം 2960.3 ലക്ഷം രൂപ. 748.82 ലക്ഷം രൂപയുടെ കൃഷിനാശം ജില്ലയിൽ ഉണ്ടായതായാണ് കണക്കാക്കുന്നത്. ഇടവേള. നീ സാമ്പാറിൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ആഡ് ചെയ്തോ? നല്ല മണം. BB കായമാണ് സാമ്പാറിൽ ഉപയോഗിക്കുന്നതെങ്കിൽ സാമ്പാർ പിന്നെ വേറെ ലെവൽ.
രുചിയും മണവും ഗുണവുമുള്ള കായം VP കായം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് & ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡ് & ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. KSFE ഹാർമണി ചിറ്റ്സ് മെഗാ സമ്മാനം 100 പേർക്ക് സിംഗപ്പൂർ യാത്ര. ശാഖാതല സമ്മാനം 25,000 പേർക്ക് 1,500 രൂപയുടെ ഫ്യൂവൽ കാർഡ്. KSFE ഹാർമണി ചിറ്റ്സ്. ടോൾ ഫ്രീ നമ്പർ 1800-425-3455. സ്വർണ്ണവിലയിൽ ടെൻഷൻ വേണ്ടാട്ടോ. ലിയോസ് ഗോൾഡ് & ഡയമണ്ട്സ് ഉണ്ട്. കല്യാണം ഇനി ഡബിൾ ധമാകയിൽ. മനസ്സിലായില്ലേ? അവിടുത്തെ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം ഇരട്ട ലാഭാണ്. ലിയോസ് ഗോൾഡ് & ഡയമണ്ട്സിൽ അഡ്വാൻസ് ബുക്ക് ചെയ്യാം, സ്വർണ്ണവില ബ്ലോക്ക് ചെയ്യാം. 25% മുതൽ 100% വരെ പണിക്കൂലിയിൽ ഇളവ് നേടാം. ലിയോസ് ഗോൾഡ് & ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് & ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡ് & ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തകൾ തുടരുന്നു. സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ കൂടുമ്പോൾ ജില്ലയിലും കനത്ത ജാഗ്രത. ഇപ്പോഴത്തെ വകഭേദം ഗുരുതരമല്ലെന്നാണ് വിലയിരുത്തൽ. കേരളത്തിൽ ആദ്യം കോവിഡ് റിപ്പോർട്ട് ചെയ്ത തൃശൂരിൽ ജാഗ്രതയ്ക്ക് കുറവില്ല. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി. പരിശോധനാ സംവിധാനങ്ങളും ആവശ്യമായ മരുന്നുകളും ഉറപ്പുവരുത്തിയിട്ടുണ്ട്. സംസ്ഥാനത്ത് ആകെ കോവിഡ് ആക്റ്റീവ് കേസുകൾ 727 കൂടുതൽ കേസുകളുള്ളത് കോട്ടയം, തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, ആലപ്പുഴ ജില്ലകളിലാണ്. ദക്ഷിണ പൂർവേഷ്യൻ രാജ്യങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത ഒമിക്രോൺ JN വകഭേദമായ LF7 കേരളത്തിലും കണ്ടെത്തിയത്. കോവിഡ് കേസുകൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രി സംസ്ഥാനതല RRT യോഗം വിളിച്ചു ചേർക്കുകയും മുൻകരുതലുകൾ സ്വീകരിക്കുകയും ക്രമീകരണങ്ങൾ ഒരുക്കുകയും ചെയ്തിരുന്നു. ജില്ലകളുടെ യോഗവും വിളിച്ച് സംസ്ഥാനത്തിന്റെ പൊതുസ്ഥിതി വിലയിരുത്തിയിട്ടുണ്ട്. ജലദോഷം, തൊണ്ടവേദന, ചുമ, ശ്വാസതടസ്സം തുടങ്ങിയ രോഗലക്ഷണങ്ങൾ ഉള്ളവർ നിർബന്ധമായും മാസ്ക് ധരിക്കണം. പ്രായമായവരും ഗർഭിണികളും ഗുരുതര രോഗമുള്ളവരും പൊതുയിടങ്ങളിലും യാത്രകളിലും മാസ്ക് ധരിക്കുന്നത് അഭികാമ്യമാണ്. ആശുപത്രികളിൽ മാസ്ക് നിർബന്ധമാക്കിയിട്ടുണ്ട്. ആരോഗ്യ പ്രവർത്തകർ മാസ്ക് നിർബന്ധമായും ധരിക്കണം. കോവിഡ് കേസുകളുടെ വർധന ആരോഗ്യവകുപ്പ് സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള വർധനവുണ്ടായാൽ ആവശ്യമായിട്ടുള്ള ആശുപത്രി കിടക്കകളും ICU കിടക്കകളും മറ്റും ക്രമീകരിച്ചിട്ടുണ്ട്. ഓക്സിജൻ ലഭ്യതയും ഉറപ്പാക്കിയിട്ടുണ്ട്. ആരോഗ്യ ജാഗ്രതാ കലണ്ടർ പ്രകാരമുള്ള പ്രവർത്തനങ്ങൾ ജനുവരി മുതൽ നടന്നുവരുന്നു. മഴക്കാലപൂർവ്വ ശുചീകരണ യോഗങ്ങളും സംസ്ഥാനതലത്തിൽ ചേർന്നിരുന്നു. എലിപ്പനി ബാധിച്ചാൽ തീവ്രമാകുമെന്നതിനാൽ അതീവ ജാഗ്രത പാലിക്കണം. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരും മണ്ണുമായും മലിനജലവുമായും ഇടപെടുന്നവരും നിർബന്ധമായും ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശാനുസരണം എലിപ്പനി പ്രതിരോധ ഗുളികകളായ ഡോക്സിസൈക്ലിൻ കഴിക്കണം. മലിനമായ വെള്ളം കാരണം ജലജന്യ രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ കുടിക്കാൻ പാടുള്ളൂ. മഴക്കാലമായതിനാൽ പകർച്ചവ്യാധികൾക്കെതിരെ നിരന്തരമായ ജാഗ്രത പുലർത്തണമെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു. TCV തൃശൂർ. ഗുരുവായൂർ ദേവസ്വത്തിന്റെ കൊമ്പൻ ഗോപി കണ്ണൻ ചരിഞ്ഞു. ആനത്താവളത്തിലെ കെട്ടുംതറിയിൽ കുഴഞ്ഞു വീണായിരുന്നു അന്ത്യം. ആനയൂട്ടത്തിൽ നിരവധി തവണ ജേതാവായിരുന്നു ഗോപി കണ്ണൻ. മാർച്ച് ആദ്യവാരം തെക്കേപ്പറമ്പിലെ കെട്ടുംതറിയിൽ മതപ്പാടിൽ തളച്ചതായിരുന്നു. ജൂൺ 2ാം വാരത്തിൽ നീരിൽ നിന്ന് അഴിക്കാനിരുന്നതാണ്. കൊമ്പന് കാര്യമായ അസുഖങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. 2 ദിവസമായി തീറ്റയെടുക്കാൻ മടി കാണിച്ചിരുന്നു. മതപ്പാടിലായതിനാൽ ചികിത്സ നൽകാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു. പുലർച്ചെ 2 മണിയോടെ ആന ചിഹ്നം വിളി തുടങ്ങി. ദേവസ്വം വെറ്റിനറി ഡോക്ടർ ചാരുജിത്ത് നാരായണന്റെ നേതൃത്വത്തിൽ മരുന്ന് നൽകിയെങ്കിലും കഴിക്കാൻ കൂട്ടാക്കിയില്ല. 4 മണിയോടെ കുഴഞ്ഞു വീഴുകയും 4:10 അന്ത്യം സംഭവിക്കുകയുമായിരുന്നു. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ, ജീവധനം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ M രാധ എന്നിവർ പുഷ്പചക്രം അർപ്പിച്ചു. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ച് ജഡം കോടനാട്ടേക്ക് കൊണ്ടുപോയി. കോടനാട് വനത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം സംസ്കരിക്കും. തൃശൂരിലെ പ്രമുഖ വ്യവസായി ഗോപു നന്ദിലത്താണ് 2001 സെപ്റ്റംബർ 3 ഗോപി കണ്ണനെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടയിരുത്തിയത്. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി നടക്കുന്ന ആനയോട്ടത്തിൽ 9 തവണ ജേതാവായിട്ടുണ്ട്. ഗോപി കണ്ണന്റെ വിയോഗത്തോടെ ഗുരുവായൂർ ദേവസ്വത്തിലെ ആനകളുടെ എണ്ണം 36 ചുരുങ്ങി. TCV ന്യൂസ്, ഗുരുവായൂർ. ആനയോട്ട താരം ഗോപി കണ്ണന്റെ വേർപാട് ആനപ്രേമികളെ കണ്ണീരിലാഴ്ത്തി. സൗമ്യത കൊണ്ട് കൊച്ചുകുട്ടികളടക്കമുള്ള ആരാധക മനസ്സിൽ ഇടം നേടിയ കൊമ്പനെയാണ് ഗോപി കണ്ണന്റെ വിയോഗത്തോടെ നഷ്ടമായത്. ആനയാണെങ്കിലും സൗമ്യത കൊണ്ട് അണ്ണാനായിരുന്നു ഗോപിക്കണ്ണൻ. കൊച്ചുകുട്ടികൾക്ക് പോലും കൊണ്ടു നടക്കാവുന്ന പ്രകൃതം. അതുകൊണ്ട് തന്നെ ഗോപിക്കണ്ണനെ മോഷ്ടിക്കാനും ശ്രമം നടന്നിട്ടുണ്ട്. ക്ഷേത്രത്തിലെ രാത്രി ശീവേലിക്ക് വിളക്കെഴുന്നള്ളിപ്പിന് കൊണ്ടുവന്ന ഗോപിക്കണ്ണനെ തെക്കേ നടയിൽ തളച്ച ശേഷം പാപ്പാന്മാർ ഭക്ഷണം കഴിക്കാൻ പോയി. ഈ സമയത്ത് മദ്യവെച്ചെത്തിയ ഒരാൾ ചങ്ങലയഴിച്ച് നടത്തിക്കൊണ്ടുപോയി. പാപ്പാന്മാർ തിരിച്ചെത്തിയപ്പോൾ ആനയെ കാണാതെ ഞെട്ടി. പരിസരത്തുണ്ടായിരുന്ന ഭക്തരാണ്
ആനയെ ഒരാൾ അഴിച്ചു കൊണ്ടുപോയതായി പറഞ്ഞത്. ഇതറിഞ്ഞ് പാപ്പാന്മാർ ഓടിയെത്തുന്നത് കണ്ട് മോഷ്ടാവ് മുങ്ങി. ഇതുവരെ ഇടയുകയോ പ്രകോപനമോ ഉണ്ടായിട്ടില്ല. വെടിക്കെട്ട് അല്പം പേടിയാണെന്ന് മാത്രം. ഗോപികണ്ണൻ്റെ ചട്ടക്കാരൻ എന്നത് പാപ്പാന്മാർക്ക് അഭിമാനത്തിൻ്റെ തലയെടുപ്പായിരുന്നു. ആനത്താവളത്തിലെ ഒട്ടുമിക്ക കൊമ്പന്മാരും ഒറ്റച്ചട്ടമാണെങ്കിൽ ഗോപികണ്ണൻ ആർക്കും ഇണങ്ങുന്ന പ്രകൃതമായിരുന്നു. ഗോപികണ്ണൻ്റെ പാപ്പാനും കവിയുമായിരുന്ന ഗുരുവായൂർ കൃഷ്ണൻകുട്ടി ഗോപികണ്ണനെക്കുറിച്ച് കവിത എഴുതിയിരുന്നു. ആസാമിലെ ലക്കി പ്രസാദാണ് ഗുരുവായൂരിലെത്തിയപ്പോൾ ഗോപികണ്ണനായത്. 27ാമത്തെ വയസ്സിലാണ് ഗോപികണ്ണൻ കണ്ണന് സ്വന്തമായത്. TCV ഗുരുവായൂർ. ആത്മഹത്യാ ശ്രമത്തെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ തേടിയ യുവതിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിലെ പ്രതിക്ക് 27 വർഷം കഠിന തടവും 1,60,000 രൂപ പിഴയും ശിക്ഷ. കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിലെ താൽക്കാലിക ജീവനക്കാരനായിരുന്ന ആല 26-കല്ല് സ്വദേശി ദയാലാലിനെയാണ് വടക്കാഞ്ചേരി ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജ് R. മിനി ശിക്ഷിച്ചത്. 2023 കേസിനാസ്പദമായ സംഭവം. ആത്മഹത്യയ്ക്ക് ശ്രമിച്ച് കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് വന്ന യുവതിയെ വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് അയക്കുകയായിരുന്നു. ചെറിയ കുട്ടികൾ മാത്രമാണ് യുവതിയോടൊപ്പം ഉണ്ടായിരുന്നത്. സാഹചര്യം മുതലെടുത്ത് സഹായിച്ചമന് കൂടെ കൂടിയ ദയാലാൽ യുവതിയെ പീഡിപ്പിച്ചുവെന്നാണ് പ്രോസിക്യൂഷൻ കേസ്. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് EA സീനത്ത് ഹാജരായി. പുതുക്കാട് കണ്ണമ്പത്തൂരിൽ വീട്ടിൽ ഗ്യാസ് സിലിണ്ടർ സർവീസ് ചെയ്യുന്നതിനിടെ ഗ്യാസ് ചോർന്ന് 2 പേർക്ക് പൊള്ളലേറ്റു. കണ്ണമ്പത്തൂർ പൊന്നാമ്പിടി വീട്ടിൽ ബിന്ദു, സിലിണ്ടർ സർവീസ് ചെയ്യാനെത്തിയ വട്ടനാത്ര സ്വദേശി കൈനാത്തുടൻ വീട്ടിൽ അശോകൻ എന്നിവർക്കാണ് ഗുരുതരമായി പൊള്ളലേറ്റത്. ഇവരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് സംഭവം. അടുക്കളയിൽ സിലിണ്ടർ സർവീസ് ചെയ്യുന്നതിനിടയിലാണ് തീ പടർന്നതെന്ന് കരുതുന്നു. വലിയ ശബ്ദത്തിൽ പൊട്ടിത്തെറി കേട്ടതായും സമീപവാസികൾ പറഞ്ഞു. വീടിന്റെ ജനൽ ചില്ലുകൾ പൊട്ടുകയും കർട്ടനുകൾ കത്തിയ നിലയിലുമാണ്. അടുക്കളയുടെ സ്ലാബിൽ വെച്ചിരുന്ന മൊബൈൽ ഫോൺ കത്തി നശിച്ചു. ശുചിമുറിയുടെ വാതിലും ഫാനും തകർന്നു വീണു. പൊള്ളലേറ്റ ഇരുവരും പുറത്തേക്കിറങ്ങി നിലവിളിച്ചപ്പോഴാണ് സമീപവാസികൾ അറിയുന്നത്. ഉടൻ തന്നെ 2 പേരെയും നാട്ടുകാർ ചേർന്ന് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പുതുക്കാട് പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തിയിരുന്നു. ഗ്യാസ് സിലിണ്ടർ ചോരാനിടയായ കാരണം വ്യക്തമല്ലെന്ന് പോലീസ് പറഞ്ഞു. മഴ കനത്തതോടെ ദേശീയപാത 66 തിരുവത്ര അത്താണി സർവീസ് റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷം. അത്താണി കിഴക്ക് വശത്തെ സർവീസ് റോഡിലാണ് വെള്ളക്കെട്ട് രൂക്ഷമായത്. ദേശീയപാതയിലെ കാനയിൽ നിന്ന് വെള്ളം വീട്ടുപറമ്പുകളിലേക്ക് കയറുന്ന അവസ്ഥയാണ്. നിരവധി തവണ പരാതി നൽകിയിട്ടും യാതൊരുവിധ നടപടിയും ഉണ്ടായില്ലെന്ന് പരിസരവാസികൾ പറയുന്നു. നിലവിൽ കുടിവെള്ള പൈപ്പ് കൂടി പൊട്ടിയതോടെ ദുരിതം ഇരട്ടിയായി. കുന്നംകുളത്ത് BJP പ്രവർത്തകർ MLA ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധത്തിനിടെ സംഘർഷം. BJP പ്രവർത്തകരും പോലീസും ഏറ്റുമുട്ടി. സംഭവത്തിൽ 7 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കരുവന്നൂർ സഹകരണ ബാങ്കിലെ തട്ടിപ്പ് കേസിൽ MLA AC മൊയ്തീനെ പ്രതിയാക്കി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കുറ്റപത്രം സമർപ്പിച്ച സാഹചര്യത്തിൽ MLA രാജിവെക്കണം എന്നാവശ്യപ്പെട്ടാണ് മാർച്ച് സംഘടിപ്പിച്ചത്. MLAയുടെ ക്യാമ്പ് ഓഫീസിന് സമീപത്ത് വെച്ച് മാർച്ച് പോലീസ് തടഞ്ഞു. മുദ്രാവാക്യം വിളിച്ചെത്തിയ BJP പ്രവർത്തകർ ബാരിക്കേഡുകൾ തള്ളിമറിച്ച് അകത്ത് കയറാൻ ശ്രമിച്ചത് സംഘർഷത്തിന് ഇടയാക്കി. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം BJP മുൻ തൃശൂർ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ നോർത്ത് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത അധ്യക്ഷത വഹിച്ചു. വായ്പാ തട്ടിപ്പിൽപ്പെട്ട് ഇടിഞ്ഞു വീഴാറായി വീട്ടിൽ കഴിയുന്ന ഷാബുവിനെ തേടി അധികൃതരെത്തി. TCV വാർത്തയെ തുടർന്നാണ് ഇടപെടൽ. ബാങ്കിൽ നിന്ന് വ്യാജ വായ്പയെടുത്ത് ചതിക്കപ്പെട്ട നെടുപുഴ സ്വദേശി ഷാബുവിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം TCV റിപ്പോർട്ട് ചെയ്തിരുന്നു. മറ്റൊരു വായ്പയിൽ വീട് ജപ്തി ചെയ്യപ്പെട്ട ഷാബു കുടുംബത്തോടൊപ്പം ഇടിഞ്ഞു വീഴാറായ വീട്ടിലാണ് കഴിഞ്ഞിരുന്നത്. TCV വാർത്ത ശ്രദ്ധയിൽപ്പെട്ട കളക്ടറുടെ നിർദ്ദേശാനുസരണം കണിമംഗലം വില്ലേജ് ഓഫീസർ വീട്ടിലെത്തിയതായി ഷാബു പറഞ്ഞു. തൽക്കാലം മകളുടെ വീട്ടിലേക്ക് മാറാനൊരുങ്ങുകയാണ് ഷാബു. വീട് വിൽപ്പന നടത്തി വായ്പകൾ തീർക്കാനും വ്യാജ വായ്പ എടുത്തവർക്കെതിരെ നിയമ നടപടിക്കും അധികൃതർ സഹായിക്കും എന്ന പ്രതീക്ഷയിലാണ് ഷാബു. പൂമംഗലം പഞ്ചായത്തിലെ പായമൽ ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന വീടുകളിൽ വെള്ളം കയറി. ഞാറലി റോഡിന് സമീപം താമസിക്കുന്ന വീടുകളിലാണ് വെള്ളക്കെട്ട് രൂപപ്പെട്ടത്. സമീപത്ത് നിർമ്മിക്കുന്ന പുളിക്കലച്ചിറ പാലത്തിനു വേണ്ടി ബണ്ട് കെട്ടിയതാണ് വെള്ളക്കെട്ട് രൂപപ്പെടാൻ കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു.
തൃശൂർ പുല്ലഴിയിൽ തെരുവ് നായയെ വടിവാൾ കൊണ്ട് ക്രൂരമായി വെട്ടി പരിക്കേൽപ്പിച്ചു. മരുന്നും ഭക്ഷണവും നൽകി നായയുടെ ചികിത്സ ഏറ്റെടുത്ത് സമീപവാസിയായ വീട്ടമ്മ. ഈ നായ്ക്ക് പേരില്ല, ആരുടെയും അരുമയുമല്ല. നമുക്കിവനെ അപ്പു എന്ന് വിളിക്കാം. അപ്പു ഏറെക്കാലമായി പുല്ലഴിയുടെ തെരുവോരങ്ങളിലുണ്ട്. സമീപവാസികൾ നൽകുന്ന ഭക്ഷണം കഴിച്ചും അവരുടെ വീട്ടുവരാന്തകളിൽ ഉറങ്ങിയും കഴിഞ്ഞിരുന്ന വെറുമൊരു തെരുവുനായ. പ്രദേശത്തെ വീട്ടമ്മയായ സതിയുടെ വീട്ടിൽ നിന്നും വൈകുന്നേരങ്ങളിൽ അപ്പുവിന് സ്ഥിരമായി ഭക്ഷണം ലഭിക്കാറുണ്ടായിരുന്നു. 3 ദിവസം മുമ്പ് ഭക്ഷണം കഴിക്കാനെത്തിയ അപ്പുവിനെ കണ്ട് വീട്ടുകാർ കരഞ്ഞുപോയി. വടിവാൾ കൊണ്ട് ക്രൂരമായി വെട്ടി മുറിവേൽപ്പിച്ച നിലയിലായിരുന്നു ഈ തെരുവുനായ. പിന്നെ ഈ നായയ്ക്ക് ചികിത്സ നൽകാനുള്ള ഓട്ടത്തിലായിരുന്നു സതി എന്ന വീട്ടമ്മ. നായിയെ സ്വന്തം വീട്ടിലെത്തിച്ചതിന് ശേഷം തെരുവുനായ്ക്കളെ പരിചരിക്കുന്ന സംഘടനയിലുള്ളവരെ കണ്ടെത്തി ഇവരുടെ സഹായത്തോടെ നായിയെ വെറ്ററിനറി ആശുപത്രിയിലെത്തിച്ച് ചികിത്സ നൽകി. ഇതിനായി ജോലിയിൽ നിന്ന് അവധിയെടുത്തു. തെരുവു നായിയാണെങ്കിൽ പോലും വടിവാൾ കൊണ്ട് വെട്ടി ഈ വിധത്തിലുള്ള ക്രൂരതകൾ അരുതെന്നാണ് ഈ വീട്ടമ്മയ്ക്ക് പറയാനുള്ളത്. മനുഷ്യത്വപരമല്ലാത്ത കാര്യങ്ങൾ കണ്ടപ്പോൾ ഒരു വിഷമം. കാരണം അത്രയും നിഷ്ഠൂരമായിട്ടാണ് ഇത് ചെയ്തത്. ഈ ചെയ്ത ആളോട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഒന്നെങ്കിൽ അതിനെ കൊല്ലായിരുന്നു. ഇങ്ങനെ പാതി ജീവനായിട്ട് ഇട്ടിട്ട് പോയതിൽ വല്ല സങ്കടമുണ്ട്. അയാൾക്ക് എന്തെങ്കിലും ഒരു തിരുത്താനായിട്ടുള്ള ഒരു അവസരം കൂടി ആയിരിക്കും എന്ന് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് പറയണത് കേട്ടോ. അല്ലാണ്ട് ഇപ്പോൾ ഒരു പ്രസിദ്ധിക്കും പ്രശസ്തിക്കും വേണ്ടിയിട്ടൊന്നുമല്ല. ആളിതൊന്ന് കണ്ടിട്ടൊന്ന് തിരുത്തട്ടെ. എല്ലാ മനുഷ്യരും മിണ്ടാപ്രാണികളല്ലേ. അതും പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് ഈ മഴ നനഞ്ഞ് ഈ മുറിയും വെച്ച് നടക്കുമ്പോഴത്തെ ബുദ്ധിമുട്ടുകൾ ഇവർക്കും മനസ്സിലാവേണ്ടതല്ലേ മനുഷ്യർ എന്നുള്ള നിലയ്ക്ക്. മുറിവുണങ്ങിയ ശേഷം സ്വന്തം വീട്ടിൽ തന്നെ ഈ തെരുവു നായിയെ സംരക്ഷിക്കാനാണ് സതിയുടെ തീരുമാനം. TCV തൃശൂർ. കഴിഞ്ഞ 9 വർഷം കൊണ്ട് 4 ലക്ഷത്തിലധികം കുടുംബങ്ങൾ ഭൂമിയുടെ അവകാശികളായി മാറിയതായി റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. ഒല്ലൂർ സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ ഉദ്ഘാടനം കുട്ടനെല്ലൂരിൽ നിർവഹിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. എല്ലാവർക്കും ഭൂമി, എല്ലാവർക്കും വീട് എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യം. ഇത് നടപ്പിലാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും മന്ത്രി പറഞ്ഞു. പി ബാലചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, സബ് കളക്ടർ അഖിൽ വി മേനോൻ, അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ടി മുരളി, തഹസിൽദാർ ടി ജയശ്രീ, തൃശൂർ കോർപ്പറേഷൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വർഗീസ് കണ്ണംകുളത്തി, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കരോളിൻ ജെറീഷ് പെരുഞ്ചേരി തുടങ്ങിയവർ പങ്കെടുത്തു. വേനൽ അവധിക്കാലം കഴിയാറായി. കുരുന്നുകളെ വരവേൽക്കാൻ വിദ്യാലയങ്ങൾ ഒരുങ്ങുമ്പോൾ TCVയുടെ സെഗ്മെന്റ് ആരംഭിക്കുന്നു. പള്ളിക്കൂടങ്ങൾ തുറക്കുമ്പോൾ മധ്യവേനൽ അവധിക്കാലം കഴിഞ്ഞ് കുട്ടികൾ വീണ്ടും സ്കൂളിലേക്ക്. നവാഗതർ അടക്കമുള്ള കുട്ടികളെ വരവേൽക്കാൻ സ്കൂളുകളും ഒരുങ്ങിക്കഴിഞ്ഞു. പുതിയ അധ്യയന വർഷം ആരംഭിക്കാൻ 2 ദിവസം മാത്രം ശേഷിക്കെ 2 മാസത്തെ അവധിക്കാലം ആഘോഷിച്ച കുട്ടികൾ സ്കൂളുകളിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ്. അവധിക്കാലത്ത് കാർട്ടൂണുകളും സിനിമകളും കണ്ടും കുടുംബത്തോടൊപ്പം ഉല്ലാസയാത്ര നടത്തിയും ബന്ധുവീടുകൾ സന്ദർശിച്ചും ആനന്ദകരമാക്കി. കൂട്ടുകാരൊത്ത് മരത്തിൽ കയറി മാമ്പഴങ്ങൾ പറിച്ചും പുഴകളിലും തോടുകളിലും ചാടിക്കളിച്ചും ആടിപ്പാടി നടന്ന 2 മാസക്കാലം പെട്ടെന്ന് കടന്നുപോയല്ലോ എന്ന നൊമ്പരവുമായാണ് ഇനി പുതിയ ക്ലാസ് മുറികളിലേക്ക് പോകാൻ കുട്ടികൾ തയ്യാറെടുക്കുന്നത്. അവധിക്കാലത്ത് വീട്ടിലും പാടത്തും പറമ്പിലുമെല്ലാം കളിച്ചുല്ലസിച്ച് പാറി നടന്ന കുട്ടികൾക്ക് ഇനി പഠനത്തിന്റെ നാളുകളാണ്. വലിയ പരീക്ഷ കഴിഞ്ഞതോടെ കളിക്കളങ്ങളിലേക്ക് ഓടിയ കുട്ടികൾ ഇനി പുതിയ ബാഗും പുസ്തകങ്ങളും പുത്തനുടുപ്പുകളും ചെരുപ്പുമെല്ലാമായി സ്കൂളുകളിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. നവാഗതരാകട്ടെ പുത്തൻ കുഞ്ഞുടുപ്പുകളും ധരിച്ച് പൂക്കുടകളും ബാഗും പുതിയ ഷൂസും ധരിച്ച് ചേട്ടന്മാരോടും ചേച്ചിമാരോടുമൊപ്പം സ്കൂളിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. എന്റർടൈൻമെന്റ് ഡെസ്ക്, TCV. ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമയെ വ്യാജ തെളിവുകൾ ഉപയോഗിച്ച് കള്ളക്കേസിൽ കുടുക്കിയ കേസിലെ പ്രതി നാരായണദാസിന്റെ ജാമ്യാപേക്ഷ ജില്ലാ കോടതി തള്ളി.
വ്യാജ വിവരം നൽകി സർക്കാർ സംവിധാനം ദുരുപയോഗപ്പെടുത്തി കേസിൽ കുടുക്കി നിരപരാധിയായ യുവതി ജയിലിൽ കഴിയാനിടവന്ന സംഭവത്തിൽ പ്രതിയായ തൃപ്പൂണിത്തുറ ഏരൂർ നാരായണീയം വീട്ടിൽ TMN നാരായണദാസ് എന്നയാളുടെ ജാമ്യാപേക്ഷ തൃശൂർ ജില്ലാ സെഷൻസ് ജഡ്ജി PP സെയ്തലവി തള്ളി ഉത്തരവായി. നേരത്തെ നാരായണദാസ് നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. ബംഗളൂരുവിൽ ഒളിവിൽ കഴിയുകയായിരുന്ന പ്രതിയെ പോലീസ് പിടികൂടുകയായിരുന്നു. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല. ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക്. TCV സീനിയർ റിപ്പോർട്ടറും സിനിമാ പ്രവർത്തകനുമായിരുന്ന ജിയോ സണ്ണിയുടെ അനുസ്മരണാർത്ഥം തൃശൂർ പ്രസ് ക്ലബ്ബ് ഏർപ്പെടുത്തിയ 4ാമത് ഹ്രസ്വചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. സുധീഷ് ശിവശങ്കരൻ സംവിധാനം ചെയ്ത ലുഡോസ് ഹാർട്ടാണ് മികച്ച ചിത്രം. 2ാമത്തെ മികച്ച ചിത്രമായി ഹേനാചന്ദ്രൻ സംവിധാനം ചെയ്ത കുറ്റി പെൻസിൽ, 3ാമത്തെ മികച്ച ചിത്രമായി ഹരിദേവ് കൃഷ്ണൻ സംവിധാനം ചെയ്ത സംവണ്ണും തെരഞ്ഞെടുക്കപ്പെട്ടു. യഥാക്രമം 10,000, 7,000, 5,000 രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. മത്സരത്തിനായി ലഭിച്ച 35 ചിത്രങ്ങളിൽ നിന്നാണ് മികച്ച ചിത്രങ്ങൾ തെരഞ്ഞെടുത്തത്. തൃശൂർ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഡയറക്ടർ ചെറിയാൻ ജോസഫ്, ചലച്ചിത്ര സംവിധായികയും എഴുത്തുകാരിയുമായ സ്മിത ശൈലേഷ്, OBW ഇന്ത്യ ക്രിയേറ്റീവ് ഡയറക്ടർ സേവ്യർ ഫ്രാൻസിസ് എന്നിവർ ഉൾപ്പെട്ട ജൂറിയാണ് ചിത്രങ്ങൾ വിലയിരുത്തിയത്. ജൂൺ 2ാം വാരം നടക്കുന്ന ചടങ്ങിൽ ഗ്രാമി അവാർഡ് ജേതാവ് മനോജ് ജോർജ് അവാർഡുകൾ സമ്മാനിക്കും. ഇതിനോടനുബന്ധിച്ച് SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ മാധ്യമപ്രവർത്തകരുടെ മക്കളെ ആദരിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജൂറി അംഗം ചെറിയാൻ ജോസഫ്, പ്രസ് ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് ജിജോ ജോൺ, ജോയിന്റ് സെക്രട്ടറി B സതീഷ്, എക്സിക്യൂട്ടീവ് അംഗം ജിമോൻ കെ പോൾ എന്നിവർ പങ്കെടുത്തു. TCV തൃശൂർ. കാലവർഷത്തിന്റെ ആദ്യ നാളുകളിൽ തന്നെ മഴ ദുരിതം തുടരുന്നു. TCVയുടെ പ്രത്യേക സെഗ്മെന്റ് പ്രളയത്തിലും പഠിക്കാതെ. ആലപ്പാട് ഇരട്ടപ്പാലത്തിനടിയിലൂടെയുള്ള പറവച്ചാലിന് ശാപമോക്ഷമായില്ല. ചാഴൂർ പഞ്ചായത്തിലെ ജയന്തിപ്പടവിന് ചുറ്റുമുള്ള പ്രദേശങ്ങൾ വെള്ളക്കെട്ട് ഭീഷണിയിൽ. ജയന്തിപ്പടവിൽ ചുറ്റുമുള്ള കരപ്രദേശങ്ങളിൽ നിന്നുള്ള മഴവെള്ളം നിറഞ്ഞതോടെയാണ് ആലപ്പാട്, പുറത്തൂർ, പഴുവിൽ, ചാഴൂർ പ്രദേശങ്ങളിലെ 100 കണക്കിന് കുടുംബങ്ങൾ വെള്ളക്കെട്ട് ഭീഷണിയിലായത്. ജയന്തിപ്പടവിലേക്ക് ചുറ്റുമുള്ള കരപ്രദേശങ്ങളിൽ നിന്ന് ഒഴുകിയെത്തുന്ന വെള്ളം 100ഓളം വർഷം പഴക്കമുള്ള പറവച്ചാൽ തോടിലൂടെ അന്തിക്കാട്ട് പടവിലേക്കും തുടർന്ന് കാഞ്ഞാണി, പെരുമ്പുഴ തോട് വഴി ഏനാമാവ് റെഗുലേറ്ററിലൂടെ ഒഴുകിപ്പോവുകയുമാണ് പതിവ്. എന്നാൽ പറവച്ചാലിലെ കയ്യേറ്റം മൂലം തോട് ശുഷ്കിച്ച് വെള്ളം സുഗമമായി ഒഴുകിപ്പോകാനാകാത്ത സ്ഥിതിയിലാണ്. മാത്രമല്ല, തോട് കയ്യേറിയ ഭാഗത്ത് മാലിന്യവും മറ്റും കൊണ്ടിടുന്നതും പതിവായിരിക്കുകയാണ്. അടിയന്തരമായിട്ട് ഈ കമ്പനിക്ക് നോട്ടീസ് പഞ്ചായത്ത് കൊടുത്തിട്ട് ഈ തടസ്സങ്ങൾ അവർ മാറ്റി തന്നിട്ട് മാത്രം പ്രവർത്തന അനുമതി കൊടുക്കാൻ പാടുള്ളൂ എന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ആ ആവശ്യമായിട്ട് ഞങ്ങൾ ഏതറ്റം വരെ വേണമെങ്കിലും മുന്നോട്ട് പോകും. ഇതാണ് ഞങ്ങൾക്ക് ഈ വെള്ളം അടിയന്തരമായിട്ട് ഇറങ്ങിപ്പോകാനുള്ള അടിയന്തരമായിട്ട് അധികാരികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ബോർഡുമായിട്ട് എൻക്രോച്ച് ചെയ്തുകൊണ്ട് എന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ ഔട്ട് ഓഫ് കോഴ്സ് പരിഹരിക്കാനുള്ള ഒരു നടപടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നും ഈ 3-4 വാർഡുകളിലെ മെമ്പർമാരും അതിന് പ്രസിഡന്റും മുൻകൈ എടുത്തുകൊണ്ട് ഇത് പരിഹരിക്കാനുള്ള ഒരു ശാശ്വത പരിഹാരം കാണുന്ന. അതേസമയം മെയിൻ റോഡിൽ ഇരട്ടപ്പാലത്തിനടിയിലുള്ള തോടിന്റെ ഭാഗം ആഴമില്ലാത്തതിനാൽ ജയന്തിപ്പടവ് നിറഞ്ഞാലേ വെള്ളം പാലത്തിനടിയിലൂടെ ഒഴുകിപ്പോകാൻ തുടങ്ങൂ എന്ന സ്ഥിതിയുമുണ്ട്. ഇവിടെ ആഴം കൂട്ടി കൽവർട്ട് പുനർനിർമ്മിക്കുകയും പറവച്ചാൽ തോടിന്റെ കയ്യേറിയ ഭാഗം വീണ്ടെടുക്കുകയും ചെയ്താൽ ഈ മേഖലയിലെ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരമാകും. ചാഴൂര്, ആലപ്പാട് വില്ലേജുകളിൽ വീടുകളിൽ വെള്ളം പൊങ്ങുന്നതിന്റെ പ്രധാന കാരണം ഈ
ഇരട്ടപ്പാലം പറവറ്റാൽ തോടുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇതിൻ്റെ ഒരു നിർമ്മാണം എന്ന് പറയുന്നത് തന്നെ ഒരു 100 വർഷം മുന്നുള്ളൊരു നിർമ്മാണമാണ്. അതിൻ്റെ അടിയിൽ ഒരു പടവിൻ്റെ റോഡിനോളം വെള്ളം പൊന്തി കഴിഞ്ഞാലാണ് ഈ വെള്ളം ഇങ്ങോട്ട് മറിഞ്ഞ് പറവറ്റാൽ തോടിലൂടെ ഈ പാടത്തേക്ക് ഒഴുകുള്ളൂ. ഈ പാലം പൊളിച്ചു പണിതാൽ മാത്രമാണ് ഈ വെള്ളക്കെട്ടിന് പ്രശ്നം പരിഹരിക്കാനായിട്ട് നമുക്ക് കഴിയുള്ളൂ. ഇപ്പം നമുക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ച് ഒരു MLA ഫണ്ടൊക്കെയാണ് നമുക്ക് ഇതിനെ ഉപയോഗിക്കാനായിട്ട് കഴിയുള്ളൂ. ജയതിപടവുമായി ബന്ധപ്പെട്ടിട്ട് 6 or 7 വാർഡുകളിൽ ഉണ്ടാകുന്ന വെള്ളക്കെട്ട്, ആ പടവിൽ നിന്ന് വെള്ളം ഒഴുകി പോകുന്നുള്ള ആകെയുള്ള ഒരു സോഴ്സാണ് ഈ പറവച്ചാൽ എന്ന് പറയുന്ന ഈ തോട്. കാലാകാലങ്ങളായിട്ട് വെള്ളം ഒഴുകി പോയിക്കൊണ്ടിരുന്ന ഈ തോടിനെ ഇവിടെ സ്വകാര്യ വ്യക്തി തോടിൻ്റെ ആഴം കുറച്ച് വീതി കുറച്ച് ഇപ്പോൾ ഒരു മരക്കമ്പനി നടത്തുന്ന ആളുകളാണ് അതിലെ വേസ്റ്റുകളെല്ലാം കൊണ്ടിട്ട് ഈ തോടിനെ പകുതിയായി കുറയ്ക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. ഇപ്പോൾ 72 മീറ്റർ അപ്പുറത്ത് വരെ ഈ തോട് 4-5 മീറ്റർ വീതിയിൽ കരിങ്കല്ല് കെട്ടി ആഴം കൂട്ടി വലിയ തോടായിട്ട് റീബിൽഡ് കേരളയിൽ വന്നിട്ടുള്ളതാണ്. ഇത് ഇവിടെ ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവിടെ ഇരട്ടപ്പാലം എന്ന് പറയുന്ന പാലം ഒരു കലവർട്ടാണ്, അതിന് ആഴം കുറവാണ്. ഇത് ആഴം കൂട്ടി ഇത് പുനർനിർമ്മിച്ചു കഴിഞ്ഞാൽ തന്നെ ഇവിടുത്തെ ഒരുവിധപ്പെട്ട പ്രശ്നങ്ങളെല്ലാം അവസാനിക്കും. എല്ലാ വർഷവും മഴക്കാലം ആരംഭിക്കുന്നതോടെ പ്രദേശം വെള്ളക്കെട്ടിലാകുന്നത് പരിഹരിക്കാനായി നാട്ടുകാർ വിവിധ തലങ്ങളിൽ അധികൃതരെ സമീപിച്ചെങ്കിലും ഇതുവരെ ഫലപ്രദമായ നടപടി ഉണ്ടാകാത്തതാണ് പ്രദേശത്ത് വീണ്ടും വെള്ളക്കെട്ട് ഭീഷണി ഉയർത്തുന്നത്. TCV ന്യൂസ്, തൃശൂർ. ജാതി സർട്ടിഫിക്കറ്റ് ഔദാര്യമല്ല അവകാശമാണെന്ന മുദ്രാവാക്യമുയർത്തി സംസ്ഥാന വ്യാപകമായി നടത്തുന്ന സമരത്തിന്റെ ഭാഗമായി തൃശൂർ താലൂക്ക് ഓഫീസിലേക്ക് പട്ടികജാതി ക്ഷേമ സമിതി തൃശൂർ താലൂക്ക് സമരസമിതിയുടെ നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിച്ചു. +1 ഡിഗ്രി അഡ്മിഷൻ നടക്കുന്ന വേളയിൽ വിവിധ കാരണങ്ങൾ പറഞ്ഞ് ജാതി സർട്ടിഫിക്കറ്റ് വൈകിപ്പിക്കുന്ന റവന്യൂ അധികാരികളുടെ നടപടിയിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം. മാർച്ചിൽ 100 കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. PKS ജില്ലാ സെക്രട്ടറി KV രാജേഷ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. VV സജീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് PK ബിന്ദു, KS സഹദേവൻ, TV മദനമോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. ദേശീയപാതയിലെ വെള്ളക്കെട്ട് മൂലം വാഹനാപകടങ്ങൾ തുടർക്കഥയാവുന്നു. കനത്ത മഴയിൽ മണ്ണത്തി വടക്കുംചേരി ദേശീയപാതയിലെ വെള്ളക്കെട്ട് മൂലം കാറുകൾ അപകടത്തിൽപ്പെട്ടു. മണ്ണത്തിയിൽ ബുധനാഴ്ച രാത്രി എറണാകുളത്ത് നിന്ന് തിരുച്ചിറപ്പള്ളിയിലേക്ക് പോയ കാർ മണ്ണുത്തി മേൽപ്പാലത്തിലെ വെള്ളക്കെട്ടിൽപ്പെട്ടു മറിഞ്ഞു. 3 പേരാണ് കാറിലുണ്ടായിരുന്നത്. ഒരാളെ പരിക്കുകളോടെ തൃശൂരിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വ്യാഴാഴ്ച വൈകിട്ട് തോട്ടപ്പടി മേൽപ്പാലത്തിൽ നിന്ന് ഇറങ്ങി വരികയായിരുന്ന കാർ വെള്ളക്കെട്ടിൽപ്പെട്ട് തെന്നി ഡിവൈഡറിൽ ഇടിക്കുകയായിരുന്നു. പട്ടിക്കാട് നിന്ന് തൃശൂരിലേക്ക് വരികയായിരുന്ന 4 യാത്രക്കാർ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. മൂർക്കനാട് ഇരട്ട കൊലപാതക കേസിൽ 1 വർഷമായി ഒളിവിലായിരുന്ന പ്രതിയെ റൂറൽ പോലീസിലെ കുറ്റാന്വേഷണ സംഘം B കൃഷ്ണകുമാറിന്റെ പ്രത്യേക അന്വേഷണ സംഘം ബാംഗ്ലൂരിൽ നിന്നും പിടികൂടി. നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയായ കരുവന്നൂർ സ്വദേശി കറുത്തുപറമ്പിൽ അനുമോദിനെയാണ് പിടികൂടിയത്. അറസ്റ്റിലായ അനുമോദ് കൊലപാതക ശ്രമമടക്കം 10 ക്രിമിനൽ കേസുകളിൽ പ്രതിയും ഇരിങ്ങാലക്കുട സ്റ്റേഷൻ റൌഡിയുമാണ്. കഴിഞ്ഞ വർഷം ഏപ്രിൽ 3-ാം തീയതി മൂർക്കനാട് ശിവക്ഷേത്ര ഉത്സവ വെടിക്കെട്ടിന് ശേഷം ആലിംപറമ്പിൽ വച്ചാണ് വെളുത്തൂർ സ്വദേശി അക്ഷയ്, ആനന്ദപുരം സ്വദേശി സന്തോഷ് എന്നിവർ കൊല്ലപ്പെട്ടത്. നിരവധി കേസുകളിൽ പ്രതിയായ കരുവന്നൂർ കറുത്തുപറമ്പിൽ മാൻഡ്രു എന്നറിയപ്പെടുന്ന അഭിനന്ദിന്റെ നേതൃത്വത്തിലുള്ള ഗുണ്ടാ സംഘമാണ് ആക്രമണം നടത്തിയത്. സംഭവത്തിൽ 10 പേർക്ക് പരിക്കേറ്റിരുന്നു. 1-ാം പ്രതി മാൻഡ്രുവിന്റെ അനുജനാണ് ഇപ്പോൾ പിടിയിലായ അനുമോദ്. ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ഇടിയഞ്ചിറ റെഗുലേറ്ററിന്റെ സമീപത്തുള്ള വളയം കെട്ടുകൾ പൂർണ്ണമായും പൊളിച്ചു നീക്കണമെന്ന ആവശ്യം ശക്തമായി. ഇടിയഞ്ചിറ റെഗുലേറ്ററിന്റെ 2 വശങ്ങളിലുള്ള താൽക്കാലിക വളയം ബണ്ടുകൾ മൂലമാണ് മുല്ലശ്ശേരി KLDC കനാലിൽ ജലനിരപ്പ് ഉയരുന്നത്. വളയം കെട്ടുകൾ പൂർണ്ണമായും പൊളിച്ചു നീക്കാതെ വെള്ളം പുഴയിലേക്ക് സുഗമമായി ഒഴുകിപ്പോവുകയില്ല. തിരുനെല്ലൂർ മേഖലയിലും തണ്ണീർത്തായൽ പാടശേഖരങ്ങളോട് ചേർന്നുള്ള താഴ്ന്ന പ്രദേശങ്ങളിലും ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും അധികൃതർ അനാസ്ഥ കാട്ടിയാൽ എളവള്ളി, പാവറട്ടി, മുല്ലശ്ശേരി പഞ്ചായത്തുകൾ വലിയ പ്രളയത്തിന് സാക്ഷ്യം വഹിക്കേണ്ടിവരുമെന്ന് തീരദേശ സംരക്ഷണ സമിതി കൺവീനർ ഷൈജു തിരുനെല്ലൂർ പറഞ്ഞു. നമ്മുടെ ഇടിയഞ്ചിറ റെഗുലേറ്ററിന്റെ സൈഡിൽ കെട്ടിയിട്ടുള്ള 2 വളയം കെട്ടുകളും ഇതുവരെ പൂർണ്ണമായിട്ട് പൊളിച്ചു മാറ്റിയിട്ടില്ല. ഇവിടെ വെള്ളം തടഞ്ഞു നിൽക്കുകയാണ്. ഇനിയും ശക്തമായ മഴകൾ വരികയാണെങ്കിൽ മറ്റ് പ്രദേശങ്ങളിൽ മുഴുവൻ വെള്ളക്കെട്ട് രൂക്ഷമാവാൻ സാധ്യതയുണ്ട്. ഇപ്പോഴത്തമായ രീതിയിലുള്ള ഒഴുക്ക് വന്നെങ്കിൽ മാത്രമാണ് കിഴക്കൻ മേഖലയിലുള്ള വെള്ളം പൂർണ്ണമായി ഒഴിഞ്ഞു പോവുകയുള്ളൂ. വേലിയേറ്റ സമയത്ത് കടൽ വെള്ളമെടുക്കാതാകുമ്പോൾ കിഴക്കൻ മേഖലകളിൽ പെയ്യുന്ന മഴവെള്ളം ഉൾക്കൊള്ളേണ്ട പെരിങ്ങാട് പുഴയിൽ മണ്ണും ചെളിയും നിറഞ്ഞതും വെള്ളം ഒഴുകിപ്പോകുന്നതിന് തടസ്സമായിട്ടുണ്ട്.
ഡാമുകൾ നിറഞ്ഞുകൊണ്ടിരിക്കുകയും കാലവർഷം കൂടുതൽ ശക്തമാവുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ വെള്ളത്തിന് ഒഴുകിപ്പോകാനുള്ള മാർഗങ്ങൾ തടസ്സപ്പെടുത്തിയുള്ള എല്ലാ നിർമ്മിതികളും എത്രയും പെട്ടെന്ന് നീക്കം ചെയ്യണമെന്ന് നാട്ടുകാരനായ പി സിറാജ് പറഞ്ഞു. ഇത് മഴ പെയ്യുമ്പോഴത്തേനും നമ്മുടെ തിരുനെല്ലിപ്പാടം സെന്റർ മൊത്തം വെള്ളം കെട്ടായി കഴിഞ്ഞിരുന്നു. ഇവരുടെ അടുത്ത് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ വന്നിട്ട് അവിടെ അങ്ങറ്റത്ത് ഒരു തോട് പോലെ ഉണ്ടാക്കിയിട്ടുള്ളത്. ആ തോട്ടിലൂടെയാണ് വെള്ളം പോണത്. ഇവിടെ ഇപ്പോൾ പറഞ്ഞപ്പോൾ ഇവിടെ പണിക്കാർ വന്നേക്കണത്. ഇവിടെ ഒരു തോട് മൊത്തം സാധാരണ ഉണ്ടാവാറുള്ളത് വെച്ചാൽ മൊത്തം ബണ്ട് പൊട്ടിച്ചിട്ട് ഈ വെള്ളം പോയെങ്കിലാണ് നമ്മുടെ വെള്ളം അവിടെ നിന്ന് ഒഴിഞ്ഞു പോകുള്ളൂ. ഇപ്രാവശ്യം നല്ല വെള്ളപ്പൊക്കത്തിനുള്ള എല്ലാ സാധ്യതയും നമ്മൾ കാണുന്നുണ്ട്. കഴിഞ്ഞ വർഷം വാഴാനി ഡാം തുറന്നതിനെ തുടർന്ന് വടക്കാഞ്ചേരി തൊട്ട് ഇടിയഞ്ചിറ വരെയുള്ള എല്ലാ പഞ്ചായത്തുകളിലും വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നതായും പെരിങ്ങാട് പുഴയിലൂടെ സുഗമമായി വെള്ളം പോകാത്തതാണ് താഴ്ന്ന മേഖലയിൽ കാരണമെന്നും ജില്ലാ ഭരണകൂടം അടിയന്തരമായി ഇടപെടണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. TCV ന്യൂസ്, പാവറട്ടി. രാജ്യത്തെ ആരോഗ്യ പ്രവർത്തകരുടെ മികച്ച സേവനത്തിന് നൽകുന്ന നാഷണൽ ഫ്ലോറൻസ് നൈറ്റിംഗേൽ പുരസ്കാരം PD ഷീന രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൽ നിന്ന് ഏറ്റുവാങ്ങി. ഇന്ത്യൻ മിലിറ്ററി നഴ്സിംഗ് സർവീസിൽ അഡീഷണൽ ഡയറക്ടർ ജനറലായി വിരമിച്ച PD ഷീന മാള സ്വദേശിയാണ്. 1 ലക്ഷം രൂപയും സർട്ടിഫിക്കറ്റും മെഡലും ഉൾപ്പെടുന്നതാണ് പുരസ്കാരം. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയമാണ് എല്ലാ വർഷവും പുരസ്കാരം പ്രഖ്യാപിക്കുന്നത്. മാള വടമ സ്വദേശി മേജർ ജനറൽ PD ഷീന ഡൽഹി ആർമി റിസർച്ച് ആൻഡ് റെഫറൽ ആശുപത്രിയിലെ പ്രിൻസിപ്പൽ മാട്രനായിരുന്നു. പാറമേക്കാവ് കലാക്ഷേത്രത്തിന്റെ 25ാം വാർഷികാഘോഷവും അവാർഡ് ദാന സദസ്സും തൃശൂരിൽ നടന്നു. റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ അവാർഡ് ദാനം നടത്തി. ദേവസ്വം പ്രസിഡന്റ് ഡോക്ടർ M ബാലഗോപാൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി G രാജേഷ്, പാറമേക്കാവ് കലാക്ഷേത്രം പ്രിൻസിപ്പാൾ കലാമണ്ഡലം ശിവദാസ്, ക്ഷേത്രം മേൽശാന്തി കരകന്നൂർ വടക്കേടത്ത് വാസുദേവൻ നമ്പൂതിരി, മുൻ ശബരിമല മേൽശാന്തി പുത്തില്ല മഹേഷ് നമ്പൂതിരി, ദേവസ്വം വൈസ് പ്രസിഡന്റ് E വേണുഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8,920 രൂപ, പവന് 71,360 രൂപ. വെള്ളി ഗ്രാമിന് 110 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3,733 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. ജില്ലയിൽ ശക്തമായ മഴ തുടരുന്നു. കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടങ്ങൾ. ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പ്. നിലമ്പൂരിൽ M സ്വരാജ് LDF സ്ഥാനാർത്ഥി. സ്വരാജ് പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. തൃശൂർ പൂരം നടത്തിപ്പിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രശംസിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. പൂരത്തിന്റെ മികവിനായി പ്രവർത്തിച്ച റവന്യൂ മന്ത്രി K രാജന് മുത്തം കൊടുക്കാൻ ആഗ്രഹമെന്നും സുരേഷ് ഗോപി. പുല്ലഴി ചെറിയ പാലത്തിൽ ചണ്ടിയും കുളവാഴയും അടിഞ്ഞ് നീരൊഴുക്ക് തടസ്സപ്പെടുന്നു. വെള്ളക്കെട്ട് ഭീഷണി പ്രദേശവാസികൾ. കുളവാഴ നീക്കുന്നതിന് ഇറിഗേഷൻ വകുപ്പ് ടെൻഡർ നടപടികൾ പോലും ആരംഭിച്ചില്ല. സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ജില്ലയിലും കനത്ത ജാഗ്രത. ഇപ്പോഴത്തെ വകഭേദം ഗുരുതരമല്ലെന്നാണ് വിലയിരുത്തൽ. ഗുരുവായൂർ ദേവസ്വത്തിന്റെ കൊമ്പൻ ഗോപി കണ്ണൻ ചെരിഞ്ഞു. ഗുരുവായൂർ ആനയൂട്ടത്തിൽ നിരവധി തവണ ജേതാവായിരുന്നു. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.